ഡയറക്റ്റ് പ്ലേസ്മെൻറ്റേ ഉള്ളൂ. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ പരിപാടി നമുക്കില്ല. കാരണം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റോ അല്ലെങ്കിൽ ഒരു വർക്ക് സൈറ്റോ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അന്ന് നിങ്ങളെ അവർ ജോലിക്ക് കയറ്റിയിരുന്നെങ്കിലോ ഇന്ന് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരുമോ? ഇല്ല, വരത്തില്ല. സേഫ്റ്റി ഓഫീസർ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സേഫ്റ്റിയെ കുറിച്ചിട്ട് അല്ല ഏകദേശം അറിയാം. പക്ഷെ ഞാൻ നമ്മളിപ്പോ ഒന്നേന്ന് തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും എനിക്കിപ്പോ 42. ഓക്കെ, നമുക്ക് കസ്റ്റമറിനെ വിളിക്കാം. കസ്റ്റമറിൻ്റെ പേര് ഇട്ടിട്ടില്ല. അപ്പോൾ അയാൾ ഇൻ്റർനാഷണൽ സേഫ്റ്റി കോഴ്സിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും വിളിച്ചു നോക്കാം അല്ലേ? കൊള്ളാം, ആൾ ഫോൺ പോലും റീചാർജ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കസ്റ്റമേഴ്സൊക്കെ വരും കേട്ടോ. വാട്സപ്പിലൊന്ന് വിളിച്ചു നോക്കാം. ഒരു ഫേക്ക് എൻക്വയറി ആയിരുന്നു തോന്നുന്നു. ആ കസ്റ്റമർ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവസ്ഥ വരും കേട്ടോ. ഇനി അടുത്ത ആളെ വിളിക്കാം. എന്ന് പറയുന്ന ആളല്ലേ? എൻ്റെ പേര് യദുകൃഷ്ണ എന്നാണ്. നമുക്ക് രാവിലെ ഒരു എൻക്വയറി വന്നായിരുന്നു, സേഫ്റ്റി ഓഫീസർ എന്നും പറഞ്ഞ സേഫ്റ്റി കോഴ്സ് നോക്കുന്നു. ഇപ്പൊ ഫ്രീ ആണോ സംസാരിക്കാൻ വേണ്ടി? പറഞ്ഞു. അപ്പൊ എന്ത് കോഴ്സാണ് താങ്കൾ നോക്കിയത്? ഓക്കെ, താങ്കൾക്ക് സേഫ്റ്റിയെ കുറിച്ച് വലിയ എന്തെങ്കിലും നേരത്തെ പഠിച്ചിട്ടോ ചെയ്തിട്ടോ വല്ലതും ഉണ്ടോ? ഓക്കെ, എന്തൊക്കെയാണ് പഠിച്ചിരുന്നതെന്ന് നേരത്തെ? സേഫ്റ്റിയെ കുറിച്ചിട്ടുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള പോർഷൻ ഓൾമോസ്റ്റ് എല്ലാം തന്നെ അസാൾട്ട്സും അങ്ങനെയുള്ള അതിനെ കുറിച്ചൊക്കെ ഏകദേശം പഠിച്ചിട്ടുള്ളൂ. സർട്ടിഫിക്കറ്റ് വല്ലതും കയ്യിലുണ്ടോ? സർട്ടിഫിക്കറ്റ് ഉള്ളതാ. ഏതിന്റെയൊക്കെയാ ഉള്ളത്? വീട്ടിൽ ചെല്ലണം. എന്നാലും ഡിപ്ലോമ ഉണ്ടോ? ഞാൻ മറ്റേ ഭാരതീയ യൂണിവേഴ്സിറ്റി ഇല്ലേ, അതിന്റെ അടുത്ത് ചെയ്ത. ഓക്കെ. അപ്പം അയോഷ ആൻഡ് ഓഷ അത് ഞാൻ എടുത്തിട്ടില്ല. അയോഷോ എടുത്തിട്ടില്ല. ഡിപ്ലോമ എടുത്തല്ലേ? 1 ഇയർ സർട്ടിഫിക്കറ്റ് ആയിരുന്നോ 3 ഇയർ ആയിരുന്നോ? 1 ഇയർ സർട്ടിഫിക്കറ്റ്. ഓക്കെ. അപ്പം ഞാൻ ഇപ്പം എങ്ങനെയാണ്, ബേസിക്കിനെ കുറിച്ച് പറഞ്ഞു തരണോ അതോ അഡ്വാൻസ് ലെവലിനെ കുറിച്ച് പറയണോ? എന്താണ് ആഗ്രഹിക്കുന്നത് താങ്കള്? എനിക്ക് അഡ്വാൻസ് ലെവല് കാരണം വെച്ചാൽ ഞാൻ ഈ മേഖല തിയററ്റിക്കലായിട്ട് പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുള്ളൂ. അല്ലാതെ എനിക്ക് ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഇല്ല. ഓക്കെ. കാരണം ഞാൻ ഈ മേഖലയിൽ പിന്നെ കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ ആ മേഖലയിൽ നിന്ന് വിട്ടിട്ട് ഞാൻ ഫിനാൻസ് മേഖലയിലോട്ട് തന്നെയാണ് പോയത്. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യുന്നു താങ്കള്? ഞാൻ ഇപ്പൊ നിലവില് ഒന്നും ചെയ്തില്ല. ഫിനാൻസിലായിരുന്നു. ഓക്കെ. എവിടെയായിരുന്നു സ്ഥലം? എവിടെയായിരുന്നു? ഞാൻ ആലപ്പുഴയാണ്. ഓക്കെ, നമ്മൾ പത്തനംതിട്ട. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ സേഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അന്നത്തെ നോളജ് ഉണ്ടെങ്കിൽ പിന്നെയും ബേസിക്കിലോട്ട് പോകേണ്ട കാര്യമുണ്ടോ? താങ്കൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? അല്ല ഏകദേശം അറിയാം. പക്ഷെ ഞാൻ പഠിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. ഓക്കെ, അപ്പൊ ബേസിക്കിൽ നിന്ന് തുടങ്ങേണ്ടി വരും അല്ലേ? ബേസിക്കലി തുടങ്ങുന്നതല്ലേ. എനിക്ക് ഈ മേഖലയിലൊന്ന് പ്രാക്ടിക്കൽ നോളജ് കിട്ടണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പൊ ഈ പ്രാക്ടിക്കൽ മനസ്സിലായി പറഞ്ഞോ. അല്ല നമ്മളിപ്പോ ഒന്നേന്ന് തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും വർഷങ്ങൾ പോകും. കാരണം നമുക്ക് ഫാമിലി കൊണ്ട് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ആ കോഴ്സിന്റെ പുറകെ എന്ന് പറയുമ്പോ ഒരുപാട് സമയം നിൽക്കുന്നു. നമുക്ക് സാലറി ഇല്ലാതെ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കത്തുമില്ല. ഞാൻ അതൊരു ശരിയായൊരു പോലെ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 42 ആയല്ലേ? ഓക്കെ. ഞാൻ 8 വർഷം ഫിനാൻസിലായിരുന്നു. ഓക്കെ. അപ്പം ഒരു എങ്ങനെ പോയാലും ഇപ്പം ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 3 മന്ത് എടുക്കും. ഇനി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ബാക്കി ആ കോഴ്സ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചൊരു ഇതായിട്ട് വരികയാണെങ്കിലും ഒരു 6 മന്ത് എടുക്കും. അത്രയും സ്പെൻഡ് ചെയ്യാൻ കാണുമോ ടൈം? അല്ലല്ല, ഇവിടെ പഠിച്ചാല് പ്ലേസ്മെന്റ് കിട്ടും. ഇപ്പൊ അതായത് നിങ്ങൾക്ക് ഇപ്പൊ പ്രശ്നം വെച്ചാൽ തിയറി അറിയാം, പക്ഷെ പ്ലേസ്മെന്റ് ജോലി ചെയ്തിട്ടില്ല, ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ താങ്കൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതിൻ്റെ എക്സ്പീരിയൻസാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു 2025 കാലഘട്ടത്തിൽ വെച്ചാൽ അത്യാവശ്യം വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് അത്യാവശ്യം നല്ലൊരു കമ്പനി അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗൾഫ് കൺട്രിയിൽ എന്തോ ഒരു പുതിയൊരു ഇത് വന്നിട്ടുണ്ടല്ലോ, എന്താണ് സർട്ടിഫിക്കറ്റിൽ തന്നെ എന്തോ ചേഞ്ച് വന്നിട്ടില്ല? വന്നിട്ടുണ്ട്. ഈ മേഖലയിൽ അങ്ങനെ വലുതായിട്ട് മാറ്റം വന്നിട്ടില്ല. കാരണം അവർ നോക്കുന്ന സെയിം ഇത് തന്നെ. പിന്നെ ഒരു ഗ്രാജുവേറ്റ് ആണോ നോക്കും, പിന്നെ വാലിഡ് ആയിട്ടുള്ള ഡിപ്ലോമയാണോ, അതായത് ഇവർ ഫ്രം ബിഗിനിങ് ഡിപ്ലോമ, അതായത് സേഫ്റ്റിന്ന് തുടങ്ങി തന്നെയാണോ മുന്നോട്ട് വന്നേക്കുന്നത് നോക്കും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കോഴ്സ് എടുക്കാതിരിക്കാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇപ്പം വർഷങ്ങളായി പഠിച്ചെന്ന് പറഞ്ഞു, അപ്പോൾ ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് ഈ ഫീൽഡിൽ, മനസ്സിലായോ? അപ്പോൾ ഈ അപ്ഡേഷൻസിനെ കുറിച്ചുള്ള ഒരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് എക്സ്പീരിയൻസിന് എവിടെയെങ്കിലും കയറാൻ പറ്റുള്ളൂ. വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ഞാൻ ആദ്യം പറയാം. നമുക്ക് അമറ്റിൻ്റെ പേരിൽ ഗ്രൂപ്പുണ്ട്.
നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗ്രൂപ്പാണ്. ഇവിടെ നമ്മുടെ സ്റ്റാഫ് തന്നെയാണ് വേക്കൻസി പോസ്റ്റ് ചെയ്യുന്നത്. ഒരു മാസം 30 മുതൽ 80 വരെ വേക്കൻസീസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഗൾഫിലോട്ടുള്ളതും ഇന്ത്യക്കകത്തുള്ളതും ഒക്കെ ഉണ്ട്. അതിനകത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കയറുന്നതുകൊണ്ട് സർവീസ് ചാർജ് 1 മന്ത് സാലറി കൊടുത്ത് കയറുന്നതും ഉണ്ട്. നമുക്ക് ചോയ്സ് ആണ് എങ്ങനെ വേണമെങ്കിലും കയറാം. മനസ്സിലായോ? അപ്പൊ താങ്കൾ ഈ ഡിപ്ലോമ മാത്രം വെച്ച് കയറാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് വേണം. സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഞാൻ പറയുന്നില്ല. പക്ഷെ പകരം അയോഷും മോശയും 1 ഇയർ വാലിഡിറ്റി ഉള്ള ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റും സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സും നമ്മൾ തരുന്നുണ്ട്. ഇപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് ഉണ്ട്, ഓൺലൈനാണ്. അത് വെച്ചാൽ വ്യാഴവും വെള്ളിയാണ് ക്ലാസ് വരുന്നത്, രാത്രിയാണ് ക്ലാസ് വരുന്നത്. അത് ഭുവനേന്ദ്രൻ എന്ന് പറഞ്ഞാൽ 40 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രെയിനറാണ് പഠിപ്പിക്കുന്നത്. അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. സോ ആ പുള്ളി അത്യാവശ്യം റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് ഒന്നുമില്ല, നിങ്ങളെ ബോർ അടിപ്പിക്കത്തില്ല, പുസ്തകം ഒന്നും നോട്ട് എഴുതാനൊന്നും പറയത്തില്ല പുള്ളി. അപ്പം അതുപോലെ റിയൽ ലൈഫ് ഒരു ഇന്റർവ്യൂ എങ്ങനെ പാസ്സാകാം അതുപോലുള്ള കാര്യങ്ങളാണ് പുള്ളി ഇന്റർവ്യൂവിൽ പറയുന്നത്, മീൻസ് ക്ലാസ്സിൽ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ക്ലാസ് കയറി ഒരു 6 മാസം സ്പെൻഡ് ചെയ്താൽ ഈ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വരുന്നില്ല, ബാക്കി അത്രയും കാര്യങ്ങളും ചെയ്യാം. 7-7 മാസം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വരുന്നതനുസരിച്ച് നിങ്ങൾ ജോയിൻ ചെയ്ത ഉടനെ നിങ്ങളെ പ്ലേസ്മെന്റ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഇതിൽ നല്ല പ്ലേസ്മെന്റ് വന്ന് നിങ്ങളുടെ ഡിപ്ലോമ വെച്ച് കിട്ടുമെന്നുണ്ടെങ്കിൽ കയറുക, ഇല്ലെങ്കിൽ ബാക്കി സർട്ടിഫിക്കേഷൻ കൊണ്ട് എടുത്തതിന് ശേഷം ഇഷ്ടമുള്ള പ്ലേസ്മെന്റിൽ കയറി പോവാം. മനസ്സിലായി? അപ്പോൾ ടൈം വേസ്റ്റിംഗ് വരത്തില്ല. കാരണം ഞാൻ സാധാരണ സ്റ്റുഡൻസിനോട് പറയുന്ന 6 മാസം ഡിപ്ലോമയ്ക്കും പ്ലസ് ഒരു 3 months. താങ്കൾക്ക് 42 ഏജ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം അധികം നമുക്ക് ഇനി ടൈം മീൻസ് ഇതിന്റെ പുറകെ കളയാൻ പറ്റത്തില്ല പഠിക്കാൻ. അപ്പം അതുകൊണ്ട് ആ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ഒരു 6 മാസം കൊണ്ട് ഇത് ഫുള്ള് സെറ്റ് ചെയ്യുന്ന ഒരു പ്ലാനാണ് താങ്കൾക്ക് പറ്റിയത്. മനസ്സിലായോ? അപ്പോൾ അതാണെങ്കിൽ പ്രശ്നമില്ല. കാരണം എന്ന് പറയുമ്പോൾ അറിയാലോ, എന്താണ് AI സോഫ്റ്റ്വെയർസ് ആണ് വാല്യുവേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാം ഉണ്ട്, ഒരു പ്രൊജക്ട് ഉണ്ട്, ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇത് 3 പാസ്സാവുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യത്തിലും ഒരേപോലെ വാല്യൂ ഉള്ള ലെവൽ 3 ആണ് സേഫ്റ്റിയുടെ. മനസ്സിലായി? പിന്നെ അയോഷ്, ഓഷ, ഫസ്റ്റ് എയ്ഡ് അതൊക്കെ ഡയറക്റ്റ് സർട്ടിഫിക്കറ്റുകൾ തരുന്നതുകൊണ്ട് നോ ഇഷ്യൂ. എക്സാംസ് സിമ്പിൾ ആയിരിക്കും, ഓൺലൈനായിട്ട് തന്നെ ഞങ്ങൾ നടത്തിക്കോളാം. ഇല്ല ആലപ്പുഴ ഇവിടം വരെ ഒന്ന് ജസ്റ്റ് വന്നാൽ മതി. അത് ഞാനത് റെഡിയാക്കി തരാം. ഫീ വരുമ്പോഴത്തേക്ക് നമുക്ക് ഡിപ്ലോമ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇല്ല. നമുക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വരുന്ന 53,000 രൂപ. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് 38,000 രൂപ വരുള്ളൂ കോഴ്സ് മാത്രം. 38 അതിനകത്ത് വരുന്നത് 38-നകത്ത് വരുന്നത് അയോഷ് വരുന്നുണ്ട്, ഓഷ വരുന്നുണ്ട്, ഫസ്റ്റ് എയ്ഡ് വരുന്നുണ്ട്, 6 മാസ ക്ലാസ്സും വരുന്നുണ്ട്, പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും വരുന്നുണ്ട്. ഫുൾ അതിനകത്ത് ഈ പറഞ്ഞ 1 ലക്ഷം രൂപ ഒരുമിച്ച് അടയ്ക്കണ്ട. 6 മാസം കൊണ്ട് നിങ്ങൾക്ക് 7,000 രൂപ അഡ്മിഷൻ ഫീ ഉള്ളൂ. ബാക്കി നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് കുറേശ്ശെ അടച്ചാൽ മതി. ഒരു 42,000 രൂപ 1 ടൈമായിട്ട് അടയ്ക്കാൻ കൈ കരുതിക്കോണം. മനസ്സിലായി? അത് മാത്രം ഒന്ന് കൈ കരുതിയേക്കണം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് പോലെ 6 മന്ത് മാക്സിമം 7 മന്തിനുള്ളിൽ അടച്ചു തീർക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വരുന്നില്ല, പക്ഷേ 6 മന്തിന്റെ ക്ലാസ് അത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാര്യം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞ 4 വർഷമായിട്ട് എക്സാമും പ്രോജക്റ്റും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക്. ഒരു 13,000 പിള്ളേർ ഇവിടെ എഴുതി എടുക്കുന്നുണ്ട്. മന്ത്ലി 80 പേർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള റൈറ്റേഴ്സ് ആകുമ്പോൾ അത്രയും ഇതിൽ അവർ റെഡിയാക്കി തരും. അല്ല, ഡിപ്ലോമ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എഴുതിയതാണ്, വേറൊരു പുതിയ ഫ്രഷറായിട്ടാണ് ഇപ്പൊ +2 പഠിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ എത്ര ഫീ ആവും? നമുക്ക് ഡിപ്ലോമയ്ക്ക് മാത്രം വരുമ്പോഴത്തേക്ക് 52,000 രൂപ വരും. അതിനകത്തെന്ന് പറഞ്ഞാൽ 1 ഇയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റാണ് വരുന്നത്. അതും നമുക്ക് 2007 തൊട്ടുള്ള ബാക്ക് ഡേറ്റഡ് അവൈലബിൾ ആണ്. അപ്പൊ ഏത് വർഷത്തെ വേണേലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പ്ലസ് അയോഷ് എന്ന് പറഞ്ഞാൽ UK സർട്ടിഫിക്കേഷനാ, യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആണ്. ഓഷ എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ്. ഓഷ 13 hours 2 ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഫസ്റ്റ് എയ്ഡ് EOSH എന്ന് പറഞ്ഞ UK തന്നെ ഒരു ബോർഡിന്റെ ആണ്. അത് 1 ഇയർ വാലിഡിറ്റി. കാരണം ഈ ഫസ്റ്റ് എയ്ഡർ ആയിട്ടൊക്കെ പല കമ്പനിയിലും സേഫ്റ്റി ഓഫീസറും ഫസ്റ്റ് എയ്ഡറും ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഇപ്പം അങ്ങനെ കുറേ വേക്കൻസി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുകൂടെ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ലാംഗ്വേജ് പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഒരു 6 മാസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട് 38,000 രൂപയ്ക്ക്. മനസ്സിലായി? അതിനകത്ത് 2 രൂപ എടുക്കുമ്പോൾ ആ 8,000 രൂപ കൂടെ ഞാൻ കുറച്ച് 1 ലക്ഷം രൂപ ആക്കിയിട്ടുണ്ട്. മനസ്സിലായോ? ഫ്രഷറായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 1 lakh അടുത്ത് വരുമോ? 1 lakhന് എബോവ് വരും. കാരണം 7ഉം ഡിപ്ലോമയ്ക്ക് വരുമ്പോൾ എന്തായാലും 50 വരും. 1,20,000 വരും. തന്നെ പഠിക്കേണ്ട 48,000, 45 to 48 ഉള്ളൂ. പക്ഷെ എക്സാം തന്നെ ആയിരുന്നു. കാരണം ഈ 15 ദിവസത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾ ഇന്റർനാഷണൽ ലെവലുള്ള ഒരു എക്സാം എഴുതുന്നത്. അതും മനുഷ്യരല്ല പേപ്പർ നോക്കുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പോയിന്റ്. കോപ്പി അടിച്ചാൽ പിടിക്കും, 10 വർഷം വരെയൊക്കെ ബാനാക്കി കളയാം, അങ്ങനെ ഒരു പരിപാടി. അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സംഭവം പറയുന്നത്. മനസ്സിലായി? സപ്പോർട്ട് എന്നൊരു കൺസെപ്റ്റ് വെച്ച് ഇതിന്റെ ഫിക്സഡ് ആയിട്ട് ഡിപ്ലോമയ്ക്കകത്താണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം പുതുതായിട്ട് ഒരാൾ ഫ്രഷ് ആയിട്ട് പഠിക്കുകയാണ് ഒരു 1,20,000 വരും എക്സാക്ട്. അല്ലാത്ത ഒരാൾ പഠിക്കുമ്പോൾ 1 lakh.
ഇപ്പൊ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് തന്നാ. ഇതിനകത്ത് 7,000 അഡ്മിഷൻ ഫീ ഉള്ളൂ. പിന്നെ നമുക്ക് ക്ലാസ് വരും, ഡിപ്ലോമയുടെ അതിൽ കയറി പഠിക്കുക. കൂട്ടത്തിൽ നമുക്കിപ്പം ഇപ്പൊ ജോയിൻ ചെയ്യണ ഒരു ഫെബ്രുവരിയിലൊക്കെ എഴുതാം. അതിന് അപ്പോഴത്തേക്ക് റെഡിയാ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കിപ്പോ ക്ലാസ് അവിടെ പത്തനംതിട്ട തന്നെ വന്നല്ലേ? വേറെണ്ട, ഓൺലൈനാണ്, കംപ്ലീറ്റ് ഓൺലൈനാ. കാരണം ഓൺലൈൻ കാരണം എന്ന് വെച്ചാൽ 100% ആവും. ഇല്ലെങ്കിൽ ഫുള്ള് ഞങ്ങൾ റീഫണ്ട് തരും. കാരണം വെച്ചാൽ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ മറ്റുള്ളവരുടെ പേരിനല്ല. 8 മണിക്കൂറെങ്കിൽ 2-2.5 മണിക്കൂർ പുള്ളി അതും ബോറടിപ്പിക്കാതെ പുള്ളി പഠിപ്പിക്കും. ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഒരു സാധനമില്ല. നിങ്ങൾ ടിക്കറ്റ് പോകണം അല്ലെ എഴുതി പോകണം അങ്ങനെ സംഭവമില്ല. റിയൽ ലൈഫ് കാര്യങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. പിന്നെ എല്ലായിടത്തും മാൻഡേറ്ററി ആയിട്ട് ഓൺലൈൻ തന്നെ. അപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇച്ചിരി ടഫായിരിക്കും, ഇച്ചിരി ബോറായിരിക്കും. പക്ഷെ നമ്മുടെ ഡിപ്ലോമ ക്ലാസ് അത് പക്കാ സാധനം. അത് നിങ്ങൾക്ക് പിന്നെ ഈ പത്തനംതിട്ട മീൻസ് നിങ്ങൾ പത്തനംതിട്ട ഇത് നമ്മൾ പത്തനംതിട്ടയിൽ നിങ്ങൾ ആലപ്പുഴയിലും ആയതുകൊണ്ട് മന്ത്ലി ഓഫ്ലൈൻ സെക്ഷന് വിളിക്കും നിങ്ങളെ ഡൗട്ട് ക്ലിയറിങ്ങിന്. അതുകൊണ്ട് കേട്ടോ മന്ത്ലി ഒരു 2 days ഒക്കെ ഞങ്ങൾ പറയും ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരാൻ പറയാം. നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനെ അറിയിക്കും. നമ്മുടെ ട്രെയിനറും കാണും. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് സംസാരിച്ച ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ നേരിട്ടൊക്കെ പഠിപ്പിച്ചു തരും. പ്രാക്ടിക്കൽ ഞങ്ങൾ ഒന്നുമില്ല, ഡയറക്റ്റ് പ്ലേസ്മെന്റേ ഉള്ളൂ. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ പരിപാടി നമുക്കില്ല. കാരണം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റോ അല്ലെങ്കിൽ ഒരു വർക്ക് സൈറ്റോ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അല്ലല്ല, അങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് എനിക്കറിയാം. കാരണം അങ്ങനെ അതേസമയം നിങ്ങളെ അവർ ജോലിക്ക് കയറ്റിയിരുന്നെങ്കിലോ ഇന്ന് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരുമോ? വരത്തില്ല. ജോലിയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പ്ലേസ്മെന്റ് ചെയ്ത് തന്നിരുന്നെങ്കിൽ നമുക്ക് ഈ നിങ്ങൾ പറഞ്ഞ ശരിയാണ്, ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം അന്ന് നിങ്ങൾ തുടക്കത്തിൽ നിങ്ങളെ ഒന്ന് തള്ളിക്കയറ്റി ആരെങ്കിലും വിട്ടിരുന്നെങ്കിലോ നിങ്ങൾ ഇപ്പൊ സേഫ്റ്റി ഓഫീസറായിട്ട് തന്നെ ജോലി ചെയ്ത് തന്നെ നിങ്ങൾ ഫിനാൻസിലോട്ടൊന്നും പോകത്തില്ല. അപ്പോൾ ആ തട്ടിക്കൂട്ട് പരിപാടിക്ക് നമ്മളില്ല. ഞാൻ അതുകൊണ്ട് ആദ്യം തൊട്ടേ പറയുന്നത് പ്ലേസ്മെന്റ് ഡയറക്റ്റ് കിട്ടും. അതിനുവേണ്ടിയുള്ള ഫോക്കസ് മാത്രമേ നമുക്കുള്ളൂ. മനസ്സിലായി? പ്ലേസ്മെന്റ് മാത്രം. പ്ലേസ്മെന്റ് ആണ്. അത് ഒരു ട്രെയിനിങ് തിയറി പഠിപ്പിച്ച് തരും, എല്ലാ പുതിയ അപ്ഡേഷൻസും തരും, സർട്ടിഫിക്കറ്റുകളെല്ലാം 100% ഗ്യാരണ്ടിയോട് കയ്യിൽ തരും. ഈ പറഞ്ഞ അയോഷ്, ഓഷ, ഫസ്റ്റ് എയ്ഡ് ഇതെല്ലാം കൈ സർട്ടിഫിക്കറ്റ് കിട്ടും ഡയറക്റ്റ് വിത്ത് പ്ലേസ്മെന്റ്. 1 year സർട്ടിഫിക്കറ്റ് വരും. അല്ല 6 months ഉള്ളൂ. 1 year സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. ഞാൻ 6 മാസത്തെ ക്ലാസ് മതി നിങ്ങൾക്ക്. എക്സാക്ട്ലി പറഞ്ഞാൽ നിങ്ങൾ A to Z കാര്യം നിങ്ങൾ പഠിക്കും. കാരണം ഇപ്പോൾ ഈ ട്രെയിനർ ആണെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ പുള്ളി നിങ്ങളുടെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. പുള്ളി നിങ്ങളെ പേഴ്സണലി വിളിച്ച് സംസാരിക്കും. നിങ്ങൾക്കും ഡൗട്ട് പേഴ്സണലി വിളിച്ച് ചോദിക്കാം. പുള്ളി തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റും തരും. കാരണം മീൻസ് നമ്മൾ ത്രൂ അല്ലാതെ തന്നെ പുള്ളി തന്നെ എവിടെയെങ്കിലും വേക്കൻസി. കാരണം അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. 40 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു എക്സ്പീരിയൻസാ. ഞങ്ങളുടെ സ്ഥാപനത്തിന് പോലും ഇല്ല അത്ര ഇയർ എക്സ്പീരിയൻസ്. അപ്പൊ അത്ര എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്ക് പുള്ളി പുള്ളി ഇപ്പൊ നിങ്ങൾ നല്ലൊരാൾ സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നത് പുള്ളി ഇവിടുത്തെ എല്ലാ പിള്ളേർക്കും പുള്ളി തന്നെ കൊടുക്കുന്നത്. ഞങ്ങൾ വിടുന്ന വേക്കൻസികൾ വളരെ കുറച്ച് പേരെ കയറാറുള്ളൂ. മനസ്സിലായോ? ആ ഒരു തള്ള് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കും, ഗ്യാരണ്ടിയാ. പിന്നെ ത്രൂ ഔട്ട് ചെയ്യണി ഞാൻ കാണും. ഈ നമ്പറിൽ തന്നെ ഞാൻ അവൈലബിൾ ആണ്. എന്തെങ്കിലും ഉണ്ട് എന്നെ വിളിച്ച് മെസ്സേജ് അയച്ചാൽ മതി. യദു കൃഷ്ണനാണ്. പറ്റുമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒന്ന് വരിക. കാരണം ഇനി നിങ്ങൾ വിശ്വാസം എടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അതിന് നേരിട്ട് വരണം. നമ്മുടെ തിരുവല്ല കുരിശുവാലയിലാണ്. KSRTC സ്റ്റാൻഡിന്റെ അടുത്താണ്, റെയിൽവേ സ്റ്റേഷനും അടുത്താണ്. തിരുവല്ല കുരിശ് കവല. നമ്മുടെ കുരിശടി ഉണ്ടല്ലോ, ഒരു കുരിശ് ഇല്ലേ, കണ്ടിട്ടുണ്ടോ? ഒരു പള്ളിയുടെ KSRTC സ്റ്റാൻഡ് അറിയാ? തിരുവല്ല അതിന് തൊട്ടടുത്തായിട്ടാ. വേണ്ട 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 പോണ്ട. അതെ അതെ, വളവിന് നല്ലൊരു കയറ്റം വരുന്നുണ്ടല്ലോ. കയറ്റം മറ്റേ നമ്മുടെ ബാങ്ക് ഉണ്ടല്ലോ, അത് അതിനടുത്തായിട്ട് വരും. ഇവിടെ തൊട്ടടുത്ത് ഫെഡറൽ ബാങ്ക് ഉണ്ട്. പിന്നെ ട്രാഫിക് ഇതിനടുത്താണ്. നമ്മുടെ മെയിൻ തിരുവല്ല ട്രാഫിക്. മനസ്സിലായോ? തൊട്ടടുത്ത നമ്മുടെ അമറ്റ് ഗ്ലോബലിന് ഫ്രണ്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുരിശുകാലെ കറക്റ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും ലൊക്കേഷൻ. മനസ്സിലാവും, ബോർഡോ എല്ലാ കാര്യവും കാണാൻ പറ്റും. 4 years ആയിട്ടുള്ള സ്ഥാപനമാണ്. സോ പറ്റുമെങ്കിൽ നേരിട്ട് വരിക. മനസ്സിലായി? പിന്നെ ഒരു കാര്യം വെച്ചാൽ നാളെയാണ് നമുക്ക് ഡിപ്ലോമയുടെ പുതിയ ബാച്ചിന്റെ ക്ലാസ് തുടങ്ങുന്നത്. നേരത്തെ ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞതല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കില്ല, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ നാളെയാണ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് സമയം കളയണോ നേരിട്ട് വരണം എന്നൊക്കെ ആലോചിക്കുക. ഞാൻ നിർബന്ധിക്കുന്നില്ല. കാരണം അത് ഇവിടുത്തെ റൂള് പ്രകാരം നാളെ ക്ലാസ് തുടങ്ങുക ഓൺലൈൻ. 7,000 ആണ് അഡ്മിഷൻ ഫീ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ വന്നിട്ട് എടുത്താൽ അത് എടുക്കുകയോ ആലോചിക്കുകയോ ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സാ. ഞാൻ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, നിങ്ങളെ കസ്റ്റമൈസ് ചെയ്ത് തന്നു. ഓക്കെ, ഒന്ന് ഡയറക്റ്റ് വാ. ഓക്കെ, ശരി.
ഇപ്പം ഞാൻ വിളിച്ച കസ്റ്റമറിനെ കണ്ടല്ലോ. അപ്പോൾ ആളുടെ പേര് വിവരങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. കസ്റ്റമറിനെ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൺവിൻസ് ചെയ്യാം. അയാൾക്ക് നിലവിലുള്ള കാര്യങ്ങൾ, അയാളുടെ ദുഃഖങ്ങൾ മുഴുവൻ കേട്ട്, ഞാൻ കണ്ടില്ലേ ബുക്കിൽ എഴുതുന്നുണ്ടായിരുന്നു, ഈ ബുക്കിൽ അയാളെക്കുറിച്ച് എഴുതി വെച്ച്, റഫായിട്ട് എഴുതി വെച്ച് അയാളെ ഇനി ഇവിടെ വരുത്തി കുറച്ചുകൂടെ വിശ്വാസത്തിലെടുക്കുക, അഡ്മിഷൻ എടുക്കുക. ലാസ്റ്റ് ഞാനൊരു പുഷ് കൂടെ കൊടുത്തിട്ടുണ്ട്, നാളെയാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്കും പറ്റും. അപ്പോൾ എൻ്റെ കഴിവ് ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട, പോയി സെയിൽസ് കോൾ ചെയ്തു. അപ്പോൾ ഈ കസ്റ്റമേഴ്സ് നേരിട്ട് വരുമോ, അല്ലെങ്കിൽ കസ്റ്റമർ നേരിട്ട് വരുമോ ഇല്ലയോ എന്നുള്ള നിങ്ങൾക്കൊരു സംശയം വരും. ഇയാൾ ഉറപ്പായിട്ട് നേരിട്ട് വരും, അഡ്മിഷൻ എടുക്കും. ഞാൻ സ്ക്രീൻഷോട്ട് ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.